ഇന്നലെ രാത്രി മുതൽ പ്രിയങ്ക ഇവിടെ കാണാനില്ല. അവൾക്ക് എന്തു പറ്റിയെന്ന് ആർക്കും അറിഞ്ഞൂടാ. അവളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണോ എന്ന് പോലും അറിഞ്ഞൂടാ. അവക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. അഥവാ പറ്റിയാലും നമ്മൾ അതിനെക്കുറിച്ച് വേദനിക്കേണ്ട കാര്യമില്ല. നീ പേടിക്കണ്ട. നിനക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് രാധികയുടെ കൂടെ തന്നെ ആയിരിക്കും. ഇത് നിന്റെ ഏട്ടൻ പറയുന്ന വാക്കാ. ഹലോ, നിങ്ങളുടെ പേര് രാധിക എന്നാണോ? അതെ. നിങ്ങളാരാ? ഞാൻ മേലൂർ CA ആണ്. ചേട്ടാ, വണ്ടി ഒന്ന് നിർത്തോ. എന്താ സർ? ഇന്ന് രാവിലെ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിയുടെ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അതിനടുത്ത് നിന്ന് ഒരു ബാഗും കണ്ടുകിട്ടിയിട്ടുണ്ട്. ആ ബാഗിൽ നിന്നാ നിങ്ങളുടെ നമ്പർ ഞങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് വിളിച്ചത്. നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും മിസ്സിംഗ് ആണോ? ഇല്ല സർ. 2 പേരുകളാണ് ആ ഡയറിയിൽ ഉണ്ടായിരുന്നത്. ഒന്ന് നിങ്ങളുടേത്, ഒന്ന് വരുൺ എന്ന ആളുടേത്. വരുൺ? ഈ വരുൺ എന്ന് പറയുന്ന ആളെ നിങ്ങൾക്കറിയാമോ? ആ, അറിയാം സർ. അതാരാ? അത് എന്റെ അനിയത്തിയുടെ ഭർത്താവാ സർ. എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യേ, ഈ പറയുന്ന വരുണിനെയും കൂട്ടി നിങ്ങൾ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരൂ. ഒരുപക്ഷെ ബോഡി ആരുടേതാണെന്ന് നിങ്ങൾ 2 പേരിൽ ഒരാൾക്ക് തിരിച്ചറിയാൻ പറ്റും. ശരി സർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെളിവുകളാണ് പ്രധാനം. മൃതദേഹത്തിനടുത്ത് നിന്ന് നിങ്ങളുടെ നമ്പർ കിട്ടിയ സ്ഥിതിക്ക് വിളിച്ചല്ലേ പറ്റൂ. നിങ്ങൾക്ക് എപ്പോ വരാൻ പറ്റും? പെട്ടെന്ന് വരാം സർ. ശരി, ആയിക്കോട്ടെ. ശരി സർ.